അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണി ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 2 എണ്ണം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സവാളയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ സവാളയാണെങ്കിലും ഏകദേശം ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഇപ്പോൾ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ ആണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. ഞാനിപ്പോൾ ഈ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഈ മുട്ട നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. മുട്ട ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയും കൂടെ നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ മുട്ടയുടെ മഞ്ഞക്കരി ഒന്നും ഉടയാതെ തന്നെ നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഈ മസാലക്കകത്ത് കിടന്നിട്ട് ഒന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ 4 സൈഡും മുരിഞ്ഞിട്ടുള്ള ഒരു ഭാഗമില്ല, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ മുട്ടയാണ്. ചെറുതാണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇത് വെക്കാവുന്നതാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ വിസിലിടാതെ വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയും പാലിൻ്റെയും മിക്സിലേക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിവശം ഫുള്ള് കവറാകുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ പാത്രത്തിന് ഈ സൈഡിലേക്കും കുറച്ചൊന്ന് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കവറാകാനുള്ള ഭാഗമൊക്കെ ഇതുപോലെ ബ്രെഡ് മുറിച്ചിട്ട് ഈ മിക്സിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിവശം ഞാൻ ഇതുപോലെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്കും കൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് ഒരു ലെവലാക്കി കൊടുക്കുക.
ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗവും നമുക്ക് ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. വീണ്ടും ഈ മിക്സിൽ ബ്രെഡ് മുക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ മുകൾ വശവും കൂടെ നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഡയറക്റ്റ് ഈ പാത്രം വെച്ചിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ഫ്രൈ പാൻ അടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ പലഹാരത്തിൻ്റെ അടിഭാഗം ഒട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടപ്പിലുള്ള ഈ ഒരു ഹോളില്ലേ, നമ്മളത് എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ ആവി വെളിയിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും നമുക്കത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 15 to 20 മിനിറ്റാണ് കേട്ടോ നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഇതിവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇത് ഈ പാനിലേക്ക് പതിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റും കൂടെ ആ ഒരു വശം കൊണ്ടൊന്ന് മൊരിയിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതോടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാമല്ലേ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്സ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.